പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമായ മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ആദിപരാശക്തിയായ ഭഗവതിയാണ് മൃദംഗശൈലേശ്വരിയായി ഇവിടെ കുടികൊള്ളുന്നത്. മൃദംഗത്തിൽ കുടികൊണ്ട ഭഗവതിയാണ് മൃദംഗശൈലേശ്വരിയായതെന്ന് പറയപ്പെടുന്നു. സരസ്വതിയായും മഹാലക്ഷ്മിയായും ശ്രീ പോർക്കലി അഥവാ പോരിൽ കലി തുള്ളുന്ന കാളിയായും ഭഗവതി ഇവിടെ ആരാധിക്കപ്പെടുന്നു. 4 അടി ഉയരം വരുന്ന പഞ്ചലോഹ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ഇവിടുത്തെ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മുഴക്കുന്ന് എന്നീ സ്ഥലത്തിന് പേര് വന്നതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. സ്വർഗലോകത്ത് നിന്ന് ഈ പ്രദേശത്ത് പണ്ടെന്നോ കലാസാഹിത്യ രൂപിണിയായ സരസ്വതീ ദേവി ഒരു മിഴാവിൻ്റെ രൂപത്തിൽ വന്നു വീണുവെന്ന് പഴമൊഴി. മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലമാണ് പിന്നീട് മൃദംഗശൈല നിലയം എന്നായി മാറിയത്. പിന്നീടത് മിഴാവ് കുന്ന് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. കാലക്രമത്തിൽ അത് മാറി മിഴാക്കുന്ന്, മൊഴക്കുന്ന് എന്നിങ്ങനെ ഇന്നത്തെ മുഴക്കുന്ന് എന്ന പേരിൽ എത്തി നിൽക്കുന്നു. 2016 മുൻ IPS ഉദ്യോഗസ്ഥനായ അലക്സാണ്ടർ ജേക്കബ് IPS വെളിപ്പെടുത്തിയ 3 സംഭവ കഥകളാണ് ഈ ക്ഷേത്രത്തെ കൂടുതൽ പ്രസിദ്ധിയിലെത്തിച്ചത്. 1983 ഈ ക്ഷേത്രത്തിൽ ആദ്യമായി മോഷണം നടന്നത്. അർദ്ധരാത്രി ക്ഷേത്രം കുത്തിത്തുറന്ന മോഷ്ടാക്കൾ ഭഗവതിയുടെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയി. അവർക്ക് യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥലത്തിനു പകരം അവരെത്തിയത് പാലക്കാടാണ്. അവിടെ ഒരു റോഡരികിൽ ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അക്കാലത്ത് അലക്സാണ്ടർ ജേക്കബ് IPS ഉൾപ്പെട്ട സംഘം പാലക്കാട്ടെത്തി അന്വേഷിച്ചപ്പോൾ വിഗ്രഹത്തിൻ്റെ കൂടെ ഒരു കുറിപ്പും കണ്ടു. ഇത് മുഴക്കുന്ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്നും അതുമായി യാത്ര ചെയ്യാൻ തങ്ങൾക്കാകുന്നില്ലെന്നും അതിനാൽ ഇത് തങ്ങൾ ഉപേക്ഷിക്കുകയാണെന്നും ഉടനെ യഥാസ്ഥാനത്ത് എത്തിക്കണമെന്നായിരുന്നു ആ കുറിപ്പ്. കുറച്ചു വർഷങ്ങൾക്കു ശേഷം വിഗ്രഹം വീണ്ടും മോഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഇത്തവണ വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട വരെ പോയുള്ളൂ. പിറ്റേന്ന് രാവിലെ പടിഞ്ഞാറേ നടയിൽ ക്ഷേത്ര മതിലിൻ്റെ അടുത്തുനിന്ന് വിഗ്രഹം കണ്ടെത്തി. പിന്നെയും കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ വീണ്ടും മോഷണമുണ്ടായി. അപ്പോൾ വിഗ്രഹം വയനാട് ജില്ലയിലെ കൽപ്പറ്റ വരെ കൊണ്ടുപോയെങ്കിലും ഒടുവിൽ മോഷ്ടാക്കൾ തന്നെ പോലീസിൽ വിവരമറിയിച്ച് വിഗ്രഹം തിരിച്ചയച്ചു. കോടികൾ വിലമതിക്കുന്ന ഭഗവതി വിഗ്രഹം ഇങ്ങനെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നതെന്താണെന്ന് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പോലീസിനും ഒരുപോലെ സംശയമുണ്ടായി. ഈ സംശയം പരിഹരിക്കപ്പെട്ടത് വിഗ്രഹമോഷണം നടത്തിയവർ മറ്റു കേസുകളിൽ കുടുങ്ങി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നടന്ന വെളിപ്പെടുത്തലുകളിലൂടെയാണ്. മുഴക്കുന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയ സമയത്ത് ഇവർക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുകയും മലമൂത്ര വിസർജനം തൽക്ഷണം സംഭവിക്കുകയും ചെയ്തുവത്രേ. ഇത് മറ്റുള്ള മോഷ്ടാക്കൾക്കും സംഭവിക്കുമെന്ന് അവർ പറയുകയുണ്ടായി. ഈ വെളിപ്പെടുത്തലിനുണ്ടായതിനു പിന്നാലെ ക്ഷേത്രം പെട്ടെന്ന് പ്രസിദ്ധമായി. പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമാണ് ഈ ഭഗവതി ക്ഷേത്രം. പഴശ്ശി യുദ്ധത്തിന് പോകും മുൻപ് ഇവിടെയുള്ള ഗുഹാക്ഷേത്രത്തിൽ ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ അടുത്തായി പഴശ്ശി രാജാവിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ നമുക്ക് കാണാൻ പറ്റും. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ, വേട്ടയ്ക്കരൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട്. മീനമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ടായി വരുന്ന 10 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന പൂരമഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. കൂടാതെ നവരാത്രിയും തൃക്കാർത്തികയും അതിവിശേഷമായി ആചരിച്ചു വരുന്നു. ഇവിടെ ദർശനം നടത്തുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് തുല്യമായി കണക്കാക്കുന്നു. ചതുർബാഹുവായ ദേവിയുടെ പുറകിലെ വലതുകൈയിൽ ശ്രീചക്രവും പുറകിലെ ഇടതുകൈയിൽ ശംഖും കാണാം. മുന്നിലെ വലതുകൈ അഭയമുദ്രാങ്കിതവും മുന്നിലെ ഇടതുകൈ കടീബദ്ധ മുദ്രാങ്കിതവുമാണ്. തിരുവക്കാടി എന്നറിയപ്പെടുന്ന പ്രത്യേകതരം നെയ്ച്ചോറാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കൂടാതെ നെയ്വിളക്കും അതിവിശേഷമാണ്. ലളിതാ സഹസ്രനാമാർച്ചന, നിറമാല, ഉദയാസ്തമന പൂജ, മഞ്ഞൾപ്പൊടി അഭിഷേകം, കടുംപായസം, ത്രിമധുരം, പട്ടും താലിയും ചാർത്തൽ, തെച്ചിമാല, ദേവീ മാഹാത്മ്യം സമർപ്പണം തുടങ്ങിയവയാണ് ദേവിയുടെ മറ്റ് പ്രധാന വഴിപാടുകൾ. നിത്യേന 3 പൂജകളുള്ള മഹാക്ഷേത്രമാണ് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. പുലർച്ചെ 4 മണിക്ക് നിയമവെടിയോടെ ദേവിയെ പള്ളി ഉണർത്തിയ ശേഷം 7 പ്രാവശ്യം തുടർച്ചയായി ശംഖുമുഴക്കുന്നു. അതിനുശേഷം 5 മണിക്ക് നട തുറക്കുന്നു. നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്.
വൈകിട്ട് 7 മണിയോടെ അത്താഴപൂജ നടത്തി 8 മണിക്ക് നടയടക്കുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നും കണ്ണൂർ മട്ടന്നൂർ കൂർഗ് റോഡ് വഴി ഏകദേശം 46 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം. തലശ്ശേരിയിൽ നിന്ന് 40 കിലോമീറ്ററും കൊട്ടിയൂരിൽ നിന്ന് 25 കിലോമീറ്ററും പറശ്ശിനിക്കടവിൽ നിന്ന് ഏകദേശം 46 കിലോമീറ്ററും റോഡ് മാർഗം സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്.